വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശപ്പടക്കാൻ ഒരു പിടി നെല്ല് എന്ന ആശയമായി കരിക്കാട് വിൻഷെയർ ക്ലബും പ്രാദേശിക കൂട്ടായ്മയും രംഗത്ത്. കുന്നംകുളത്ത് പനി പടർന്നു പിടിക്കുന്നു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കൈത്താങ്ങ്. സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. യാത്രക്കാരുടെ പരാതിയിൽ ബസ് കണ്ടക്ടർമാരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഴുവഞ്ചേരി പഞ്ചായത്തിലെ കൂട്ടമരണത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന് BJP ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിശപ്പടക്കാൻ ഒരു പിടി നെല്ല് എന്ന ആശയമായി കരിക്കാട് വിൻഷെയർ ക്ലബും പ്രാദേശിക കൂട്ടായ്മയും രംഗത്ത്. നല്ലൊരു കാർഷിക സമൃദ്ധി സ്വപ്നം കണ്ട് കരിക്കാട് വിൻഷെയർ ക്ലബും പ്രാദേശിക കൂട്ടായ്മയും സംയുക്തമായി പുത്തൂരം രാജൻ എന്നയാളുടെ 1 ഏക്കറോളം വരുന്ന നെൽവയൽ പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കി. വിളവിൽ നിന്നും ഒരു പങ്ക് അർഹമായ സാധുക്കൾക്ക് വിതരണം ചെയ്യാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കും. ഞാറുനടിൽ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE സുധീർ, 17ാം വാർഡ് മെമ്പർ AV ഷബീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. CPIM കരിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി നിഷാദ് അധ്യക്ഷനായി. വിൻഷെയർ ക്ലബ് സെക്രട്ടറി ദിൽഷാദ്, പ്രസിഡന്റ് അവിനാഷ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളത്ത് പനി പടർന്നു പിടിക്കുന്നു. ജില്ലയിൽ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കുന്നംകുളം നഗരത്തിലെ ചിറളയം, കോട്ടക്കുന്ന്, ചേരി മേഖലകളിൽ പനി പടരുന്നു. യേശുദാസ് റോഡിലെ 2 വീടുകളിൽ ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ചടങ്ങുകൾ മാത്രമായതോടെ യേശുദാസ് റോഡിൽ നഗരസഭാ സ്ഥലത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷിഭവൻ നിർമ്മാണത്തിന് വേണ്ടി നഗരസഭ മാറ്റിവെച്ച യേശുദാസ് റോഡിലെ 18 സെന്റ് സ്ഥലത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് CB രാജീവന്റെ ആശയം നടപ്പിലായ പദ്ധതി പ്രകാരമാണ് ഈ സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ആരംഭിച്ചത്. ഇവിടെ ശേഖരിക്കുന്ന മാലിന്യം പിന്നീട് സംസ്ഥാന ശുചീകരണ മിഷനെ കൈമാറാനായിരുന്നു പദ്ധതി. ഒരു തവണ 1 ലോഡ് പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് ഇതുവരെയും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോൾ 18 സെന്റ് സ്ഥലത്തും വലിയ കൂനയായി പ്ലാസ്റ്റിക് മാലിന്യം കിടക്കുന്നുണ്ട്. ഈച്ചകളുടെയും കൊതുകുകളുടെയും നഗരത്തിലെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇപ്പോൾ ഈ സ്ഥലം. ഇതിനു സമീപത്തെ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടകളിൽ നിന്നും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യവും റോഡരികിൽ പരന്നു കിടക്കുന്നുണ്ട്. നഗരത്തിലെ കച്ചവടക്കാരുടെ സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വ്യാപാര ഭവൻ വഴിയോട് ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൻതോതിൽ ചിതറിക്കിടക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കൈത്താങ്ങ്. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കട്ടിലുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് മാതൃകയായി. പനി ബാധിതരുടെ തിരക്ക് മൂലം രോഗികൾക്ക് കിടക്കാൻ കട്ടിലില്ലാതെ തറയിൽ കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് താൽക്കാലികമായി ഉപയോഗിക്കാൻ കഴിയുന്ന കട്ടിലുകൾ, തലയിണകൾ, സ്റ്റൂളുകൾ എന്നിവ ചേംബർ ഓഫ് കൊമേഴ്സ് വിതരണം ചെയ്തത്. ചേംബർ പ്രസിഡന്റ് KP സാക്സൺ, സെക്രട്ടറി KM അബൂബക്കർ എന്നിവരിൽ നിന്നും ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോളിനെ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ ഗംഗാധരൻ, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്,
ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigul. Stone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. യാത്രക്കാരുടെ പരാതിയിൽ ബസ് കണ്ടക്ടർമാരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകൾ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി മത്സര മരണയോട്ടം. 2 ബസ്സുകൾ തമ്മിൽ ഉരസിയതിനെ തുടർന്ന് യാത്രക്കാരുടെ പരാതിയിൽ 2 ബസ്സുകളെയും 2 ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന തിരുവോണം MNR ബസ്സുകളുടെ ഡ്രൈവർമാരായ ബിനീഷ്, ജ്യോതി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ 10 മണിക്ക് തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ 2 ബസ്സുകൾ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം ആരംഭിച്ചിരുന്നു. കാണിപ്പയ്യൂരിൽ എത്തിയപ്പോഴാണ് 2 ബസ്സുകളും തമ്മിൽ ഉരസിയത്. മത്സരയോടെ തുടർന്ന് ഭീതിയിലായ യാത്രക്കാർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. മഴുവഞ്ചേരി പഞ്ചായത്തിലെ കൂട്ടമരണത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന് BJP ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി. മഴുവഞ്ചേരി മുള്ളൻകുഴി ജോണിയുടെ കുടുംബത്തിന്റെ കൂട്ടമരണത്തിലെ തെളിവുകളായ ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് തുടങ്ങിയ പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് BJP ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ആക്ഷൻ കൗൺസിൽ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉടൻ ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. BJP കേച്ചേരി മേഖലാ പ്രസിഡന്റ് US സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രേംകുമാർ കളരിക്കൽ അധ്യക്ഷനായിരുന്നു. വിപണി. അടയ്ക്ക പുതിയത് 4200 രൂപ മുതൽ 4461 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3000 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശപ്പടക്കാൻ ഒരു പിടി നെല്ല് എന്ന ആശയമായി കരിക്കാട് വിൻഷെയർ ക്ലബും പ്രാദേശിക കൂട്ടായ്മയും രംഗത്ത്. കുന്നംകുളത്ത് പനി പടർന്നു പിടിക്കുന്നു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കൈത്താങ്ങ്. സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. യാത്രക്കാരുടെ പരാതിയിൽ ബസ് കണ്ടക്ടർമാരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഴുവഞ്ചേരി പഞ്ചായത്തിലെ കൂട്ടമരണത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന് BJP ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.